സ്വാഗതം തൽക്ഷണത്തിലേക്ക്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകി ഇന്ന് സർക്കാർ ഉത്തരവ് ഇറങ്ങിയതാണ് ഇവിഷയകമായി ഏറ്റവും പുതിയ വിശേഷം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രസ്തുത തീരുമാനം ഉണ്ടായത്. ഘടകകക്ഷിയായ CPIയുടെ സമ്മർദ്ദമാവാം ഇത്തരമൊരു തീരുമാനത്തിനു പിന്നിലെന്ന് അനുമാനിക്കാം. പിണറായി വിജയൻ വിരട്ടിയതുകൊണ്ടോ പാർട്ടി കൈവിട്ടതുകൊണ്ടോ സാക്ഷാൽ അൻവർ തന്നെ വഴങ്ങിയതുകൊണ്ടോ ഒടുങ്ങുന്നതല്ല മൂന്നാഴ്ചയിലേറെക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കിമറിച്ച് ഭരണപക്ഷ MLA ആയ PV അൻവർ തൊടുത്തുവിട്ട ചോദ്യങ്ങൾ അൻവർ സ്വയം റദ്ദു ചെയ്താലും കേരളത്തിൻ്റെ തെരുവോരങ്ങളിലും മലയാളികളുടെ മനസ്സകങ്ങളിലും അവ ഉയർത്തിവിട്ട ധൂമപടലങ്ങൾ കെട്ടടങ്ങിയാലും ആ ചോദ്യങ്ങൾ ഇല്ലാതാവുകയില്ല. മുഖ്യമന്ത്രിയുടെ അധികാരധാർഷ്ട്യം കൊണ്ട് അൻവറിനെ അനുസരിപ്പിക്കാനും പാർട്ടിയിലെ അനിഷേധ്യ മേധാവിത്വം കൊണ്ട് അണികളെ അടിമകളാക്കാനും തൽക്കാലം കഴിഞ്ഞേക്കാം. എന്നാൽ ആ ചോദ്യങ്ങളെ എന്നേക്കുമായി മായ്ച്ചു കളയാൻ അവർക്കാവില്ല. കാലത്തിൻ്റെ കാവ്യനീതിയിൽ നിന്ന് കുതറിമാറാൻ പാർട്ടിക്കും സർക്കാരിനും കഴിയുമെന്ന് വ്യാമോഹിക്കേണ്ടതുമില്ല. കാലം തീർക്കുന്ന മറവിയുടെ മറവിൽ ഈ തോന്യാസ പരമ്പരകൾക്ക് മുഴുവൻ തിരശ്ശീലയിടാമെന്ന് ആശ്വാസം കൊള്ളുകയും വേണ്ടതില്ല. മറിച്ചാണ് മറുപടിയെങ്കിൽ ജനാധിപത്യത്തോട് പ്രതിപത്തിയും സമൂഹത്തോട് പ്രതിബദ്ധതയുമുള്ള ഉത്തരവാദപ്പെട്ട പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ഒരു തോറ്റ ജനതയാണ് എന്ന് നമുക്ക് സ്വയം സമ്മതിക്കേണ്ടി വരും. മാധ്യമങ്ങൾ പുതിയ ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് പിന്നാലെ പായുമ്പോൾ മണ്ടന്മാരായ പൊതുജനം മറ്റെല്ലാം മറന്ന് അതിന് പിന്നാലെ മണം പിടിച്ചു പോയിക്കൊള്ളുമെന്ന് മനോരാജ്യം കാണുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ മറുപതിപ്പാണ് നമ്മളുമെന്ന് അടിയൊപ്പ് ചാർത്തലും ആയിരിക്കും അത്. സംസ്ഥാന പോലീസിൽ ക്രമസമാധാന ചുമതലയുള്ള ഉന്നതനെക്കുറിച്ചും പോലീസിലെ ക്രിമിനലിസത്തെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിനെക്കുറിച്ചുമെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ ഒരു പ്രതിപക്ഷ ജനപ്രതിനിധി അല്ല, ഭരണകക്ഷി MLA ആണ്. വിഷയം കത്തി നിന്ന 2 ആഴ്ചക്കാലവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ മാറി നിന്ന് മൗനം പൂണ്ട മുഖ്യമന്ത്രി ഇപ്പോൾ മിണ്ടി തുടങ്ങിയിരിക്കുന്നു. ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കാതെ ആരോപണം ഉന്നയിച്ചവനെ ആക്ഷേപസരങ്ങൾ കൊണ്ട് പൊതിയുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ. അൻവറിൻ്റെ രാഷ്ട്രീയ ജനിതക വേരുകൾ തേടിയാണ് ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ പിണറായി വിജയൻ ആഞ്ഞു ശ്രമിക്കുന്നത്. അൻവർ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളല്ലത്രേ. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് അൻവർ എന്ന് ആക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് EMSഉം AKGയും കോൺഗ്രസിൽ നിന്ന് വന്നവരാണെന്ന് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്താണ് അൻവർ പ്രതികരിച്ചത്. നീണ്ട നിശബ്ദതയ്ക്കു ശേഷം മൗനം ഭേദിച്ച പിണറായി വിജയന് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ടതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. തലശ്ശേരി കലാപകാലത്ത് മുസ്ലിം പള്ളിക്ക് കാവൽ നിന്ന കുഞ്ഞിരാമൻ്റെ കള്ളക്കഥയാണ് വാചാലതയോടെ അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത്. താനും തൻ്റെ പാർട്ടിയും സർക്കാരുമെല്ലാം എപ്പോഴും RSSന് എതിരായിരുന്നു എന്ന് സമർത്ഥിക്കാൻ പഴകിത്തുരുമ്പിച്ച ഇത്തരം ബ്രണ്ണൻ കോളേജ് മോഡൽ വീരസ്യങ്ങളെ മുഖ്യമന്ത്രിയുടെ ആവനാഴിയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുള്ളൂ എന്നത് എത്രമാത്രം അപഹാസ്യമാണ്. ആരോപണ വിധേയനായ ആളെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചതിനെക്കുറിച്ച് ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് മാറ്റാനൊന്നും പറ്റില്ല എന്നാണ് മറുപടി. തൃശ്ശൂർ പൂരം കലയ്ക്ക് BJP സ്ഥാനാർത്ഥിക്ക് വിജയപാതയൊരുക്കി എന്ന ആരോപണത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തുള്ള ADGPയെ തന്നെയാണ് അതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു തമാശ. ചാനൽ ചർച്ചകളിൽ നിന്ന് CPM ഔദ്യോഗിക പ്രതിനിധികൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് ന്യായീകരണ ക്യാപ്സൂളുകൾ മതിയാവില്ലെന്നതുകൊണ്ടായിരുന്നു. എന്നാൽ അൻവറിനെ ഒരരുക്കാക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടിയും തിരക്കഥയൊരുക്കി രംഗത്ത് വന്നപ്പോൾ ചിലർ ചാവേറുകളും കച്ചമുറുക്കി ഗോതയിലിറങ്ങിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്നായിരുന്നു. അല്ലെങ്കിലും സദാചാര വിരുദ്ധ പ്രവൃത്തിക്കും ഗുണ്ടാപ്പണിക്കുമൊക്കെ പിണറായി വിജയൻ്റെ നിഘണ്ടുവിൽ മാതൃകാപരമായ പ്രവർത്തനം, രക്ഷാപ്രവർത്തനം എന്നൊക്കെയാണല്ലോ അർത്ഥം. നികൃഷ്ടജീവി, പരനാറി, വിവരദോഷി തുടങ്ങിയ പദാവലികളാൽ വിമർശിക്കുന്നവരെയും വിയോജിപ്പുള്ളവരെയും ആക്രമിക്കുന്ന പിണറായിയുടെ നാവിൽ നിന്ന് അടുത്ത കാലത്ത് കേട്ട സഭ്യമായ 2 പ്രയോഗങ്ങളാണ് മാതൃകാപരവും രക്ഷാപ്രവർത്തനവും എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം. പക്ഷേ എന്തൊക്കെയായാലും ഉത്തരം കിട്ടേണ്ട ചില ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് അൻവർ പിൻവാങ്ങിയത്. ചോദ്യം നമ്പർ 1,
ഇടത് സർക്കാരിൻ്റെ ADGP RSS നേതാക്കളെ കണ്ടതിലെ രാഷ്ട്രീയ നിലപാടെന്ത്? 2. കൊലയും സ്വർണം പൊട്ടിക്കലും അടക്കം പോലീസിലെ ഉന്നതർക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധമായി അന്വേഷിക്കുമോ? ചോദ്യം നമ്പർ 3. ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് ആരോപണ വിധേയരെ മാറ്റി നിർത്തുമോ? 4. സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് അൻവറിൻ്റെ പടപ്പുറപ്പാടെന്ന് പറയുന്ന മുഖ്യമന്ത്രി അൻവറിന് അത്തരത്തിൽ പങ്കുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വെളിപ്പെടുത്തുമോ? 5. മലപ്പുറം ജില്ലയുടെ ക്രിമിനൽ ഗ്രാഫ് ഉയർത്താനുള്ള പോലീസ് മേധാവികളുടെ നിഗൂഢ നടപടികൾ വെളിച്ചത്ത് കൊണ്ടുവരുമോ? 6. ആഭ്യന്തര വകുപ്പിൽ RSS പിടിമുറുക്കിയിട്ടുണ്ടെന്ന CPI നേതാവ് ആനി രാജയുടെ ആക്ഷേപത്തിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുമോ? 7. പോലീസ് സേനയിൽ RSSന് വേണ്ടി പണിയെടുക്കുന്നവരുണ്ടെന്നും ധൈര്യമുണ്ടെങ്കിൽ തടയൂ എന്നുമുള്ള പോലീസ് ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയിലുണ്ടായിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വെല്ലുവിളിക്ക് പിന്നിലെ യാഥാർത്ഥ്യം വ്യക്തമാക്കുമോ? ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയുമുണ്ട് ചോദ്യങ്ങൾ അനവധി. BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേരുയർന്നു വന്ന കൊടകര കുഴൽപ്പണക്കേസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുയർന്ന നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ്, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ്, മുൻ മന്ത്രി AC മൊയ്തീനും തൃശ്ശൂരിലെ CPM നേതാവ് കണ്ണനും ഉൾപ്പെട്ട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, ഇങ്ങനെ ഒച്ചയും അനക്കവും ഇല്ലാതെയായ നിരവധി കേസുകളുണ്ട്. ഇവയുടെയെല്ലാം പരിണതി എന്താണ്? ഇതിലേതിനെങ്കിലും മറുപടി പറയാനുള്ള ആർജവം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കുണ്ടോ എന്നതാണ് മൗലികമായ ചോദ്യം. RSSുമായി ഉണ്ടാക്കിയ അനുരഞ്ജനവും അവിശുദ്ധ ഉടമ്പടിയും അതുമൂലം പാർട്ടിക്കുണ്ടായ പ്രതിച്ഛായാ നഷ്ടവും ഏതു കണക്കുകളുടെ കള്ളികളിലാണ് ഉൾപ്പെടുത്തേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന മുഖ്യമന്ത്രി തനിക്ക് ശേഷം പ്രളയമെന്ന് കരുതിയാണോ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത്? ചോദ്യങ്ങൾ ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിക്ക് പുറത്താക്കിയാലും ചോദ്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന MN വിജയൻ മാഷിൻ്റെ പ്രശസ്തമായ വാക്കുകൾ പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്ഷണത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.